ഡോറമോന്റെ ഡോറയാക്കി അഥവാ ഡോറ കേക്ക്. ഇത് ഡോറയുടെ പ്രയാണത്തിലെ ഡോറയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഡോറമോന്റെ ഫേവറേറ്റ് ഫുഡാണ്. എന്നാൽ ഞാൻ ആ കാർട്ടൂൺ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ പണ്ട് ഏത് കൊച്ചു ടിവിയുടെ ആളാണല്ലോ, അതുകൊണ്ട് കൊച്ചു ടിവിയിലല്ലാതെ വേറൊരു കാർട്ടൂൺസ് എനിക്കറിയില്ല. പിന്നെ ഡോറയാക്കി എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഫുഡാണല്ലോ, നമ്മളത് ഇവിടുന്നേലൊക്കെ തപ്പിക്കണ്ടുപിടിക്കുമല്ലോ. എന്തായാലും ഐശ്വര്യമായിട്ട് തുടക്കം തന്നെ പാളി. ഞാൻ തരിപ്പൊടിയും കോൺഫ്ലവറും വെച്ചാണ് ഉണ്ടാക്കിയത്. മൈദ വെച്ച് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫ്ലഫി പാൻകേക്സ് കിട്ടും. ഇത് ഇങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ്. ഇത് ശരിക്കും ഒരു ജാപ്പനീസ് സ്വീറ്റ് ആണ്. അവരുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ചുമന്ന വലിയ കിഡ്നി ബീൻസിലെ അത് വേവിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ടാണ് ഈ പാൻകേക്സിനുള്ളിൽ വെക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ചോക്ലേറ്റ് സ്പ്രെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഫില്ല് ചെയ്യാട്ടോ. ന്യൂട്ടലേക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതെനിക്ക് ശരിക്കും ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ജാപ്പനീസ് ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ വിചാരിച്ചു ആദ്യം വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. പക്ഷെ എന്തെങ്കിലും അങ്ങനെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കാട്ടോ. ഇവിടെ ന്യൂട്ടലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പ്രെഡ് ഉണ്ടാക്കിയത്. എന്നാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിവിടെ 2 നോർമൽ സൈസുള്ള ഡോറയാക്കി ഒരു കുഞ്ഞിക്ക ഡോറയാക്കിയാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ റെസിപ്പി എന്തായാലും ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുക്കാം. കാര്യം ഞാൻ ഈ അടുത്തുണ്ടാക്കിയതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ് ഇത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഫില്ല് ചെയ്യാമേ. പീനട്ട് ബട്ടറോ അല്ലെ വേറെ ഏതെങ്കിലും സ്പ്രെഡോ എങ്ങനെയാണെങ്കിലും ഇത് മസ്റ്റ് ആണ്.